അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട ഗുഹാവാസികൾ സൂര്യവർഷ കണക്കനുസരിച്ച് 300 വർഷവും ചന്ദ്രവർഷപ്രകാരം 309 വർഷവുമാണ് ഗുഹയിൽ ഉറങ്ങിയത്. അവർ ഈസാ നബിയിൽ വിശ്വസിച്ചവരായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പൊതുവിൽ പറയുന്നത്. എന്നാൽ മഹാനായ ഇമാം ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറയുന്നു, തെളിവുകൾ കൊണ്ട് വ്യക്തമാകുന്നത് അവർ മൂസാ നബിയിൽ വിശ്വസിച്ചവരായിരുന്നു എന്നാണ്. കാരണം ഗുഹാവാസികളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ ഖുറൈശിന് പ്രചോദനം നൽകിയത് യഹൂദികളായിരുന്നു. അതിനാൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ ആ സംഭവം പ്രതിപാദിച്ചിട്ടുണ്ട് എന്നും അത് ഒരു പ്രധാന സംഭവമായി അവർ കാത്തു സൂക്ഷിച്ചു പോന്നിരുന്നു എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുക. മാത്രമല്ല, അവർ ഈസാ നബിയിൽ വിശ്വസിച്ചവരായിരുന്നുവെങ്കിൽ ഈസാ നബിയോടും ആ മതത്തോടും വെറുപ്പ് പുലർത്തുന്ന യഹൂദികൾ ഈ സംഭവം ഇത്രമാത്രം പ്രാധാന്യപൂർവ്വം കാത്തുസൂക്ഷിക്കുമായിരുന്നില്ല. എന്തായാൽ തന്നെയും വിശ്വാസത്തിൻ്റെ വഴിയിൽ കഠിന ത്യാഗത്തിന് തയ്യാറായ അവർ എന്നും വിശ്വാസി സമൂഹത്തിന് മാതൃകായോഗ്യരായ മഹാന്മാർ തന്നെയാണ്. ഇനി അവർ ഉറങ്ങിയ ഗുഹ എങ്ങനെയുള്ളതായിരുന്നു എന്ന് നോക്കാം. അതിലുമുണ്ട് സത്യവിശ്വാസികൾക്ക് പഠിക്കാൻ അനേകം കാര്യങ്ങൾ. സൂര്യൻ ഉദിക്കുകയും ഉയരുകയും ചെയ്യുമ്പോൾ ഗുഹയുടെ വലതുഭാഗത്തുകൂടിയായിരിക്കും അതിൻ്റെ സഞ്ചാരം. ഉച്ചയ്ക്ക് ശേഷം വെയിൽ ഗുഹയ്ക്കകത്തേക്ക് പ്രവേശിക്കുകയില്ല. അപ്പോൾ ഗുഹയുടെ ഇടതുഭാഗത്തായിരിക്കും സൂര്യൻ. ഇതിൽ നിന്നും ഗുഹ തെക്കുവടക്ക് ദിശയിൽ നീണ്ടുകിടക്കുന്നതായിരുന്നു എന്ന് മനസ്സിലാക്കാം. കഥാപുരുഷന്മാരുടെ പ്രത്യേക സുരക്ഷിതത്വമെന്ന നിലക്കാണ് അവരെ അള്ളാഹു ഈ ഗുഹയിലേക്ക് എത്തിച്ചത് എന്ന് മുഫസ്സിറുകൾ പറയുന്നു. കാരണം അത് നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഉറക്കമായിരുന്നുവല്ലോ. രാവിലെ വലത്തോട്ടും ഉച്ചയ്ക്ക് ശേഷം ഇടത്തോട്ടും സൂര്യൻ തെറ്റിമാറുന്നതിനാൽ വെയിലിൻ്റെ ചൂട് അവരെ ബാധിച്ചിരുന്നില്ല. ഗുഹാമുഖം വടക്ക് ദിശയിലായിരുന്നുവെന്നും അത് പൂർണ്ണമായ നിലയിൽ അടക്കപ്പെട്ടിരുന്നില്ല എന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. അവരെ വെയിൽ തട്ടുന്ന സ്ഥിതിയിലായിരുന്നുവെങ്കിൽ അത് അവരെ കരിച്ചു കളയുമായിരുന്നു. ഇപ്രകാരമുള്ള ഒരു ഗുഹയിലേക്ക് അവർക്ക് മാർഗദർശനം നൽകിയത് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു ദൃഷ്ടാന്തമാണ്. അവർ ഉറങ്ങുകയാണെങ്കിലും കണ്ണുകൾ മിഴിച്ചാണ് കിടന്നിരുന്നത്. ഇടയ്ക്കിടെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. അപ്രകാരം അള്ളാഹു അവരെ തിരിച്ചും മറിച്ചും കിടത്തിയില്ലായിരുന്നുവെങ്കിൽ അവരെ ചിതൽ തിന്നുമായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. അവരുടെ നായ ഗുഹാമുഖത്ത് കൈകൾ നീട്ടി സാധാരണ നായകളുടെ സ്വഭാവമനുസരിച്ച് ഇരിപ്പുണ്ട്. അതും അവരെപ്പോലെ കണ്ണുമിഴിച്ച് ഉറങ്ങുകയാണ്. സജ്ജനങ്ങളോട് സഹവസിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്തതിൻ്റെ അനുഗ്രഹം ആ നായയ്ക്ക് ലഭിച്ചതായി കാണാം. സജ്ജനങ്ങളോട് സഹവസിച്ചതിൻ്റെ ഫലമാണത്. എന്തൊരു പേരും പ്രശസ്തിയുമാണ് ആ നായയ്ക്ക് ലഭിച്ചത്. അവരുടെ ഗുഹയിലേക്ക് ഒരാൾ എത്തി നോക്കിയാൽ ഭയന്ന് പിന്തിരിഞ്ഞോടും. അങ്ങനെയുള്ള ഭീതിജനകമായ ഒരു അവസ്ഥാവിശേഷം അള്ളാഹു അവിടെ തയ്യാർ ചെയ്തിരുന്നു. കാരണം അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഉറക്കത്തിൻ്റെ സമയം തീരുന്നതുവരെ ആരും അങ്ങോട്ട് ചെന്ന് അവരെ ശല്യപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു അപ്രകാരം ചെയ്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അത്ഭുതകരമായ രൂപത്തിൽ നാം അവരെ ഉറക്കിയതുപോലെ അത്ഭുതകരമായ നിലയിൽ നാം അവരെ ഉണർത്തുകയും ചെയ്തു. ഉണർന്ന അവർ പരസ്പരം ചർച്ചയിലായി, എത്ര നേരമാണ് നാം ഉറങ്ങിയത്? ചിലരുടെ ചോദ്യത്തിന്
മറ്റു ചിലർ മറുപടി പറഞ്ഞു, 1 ദിവസം അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചു മാത്രം. അതെന്തായാലും അതെല്ലാം കൃത്യമായി അള്ളാഹു അറിയുന്നു എന്ന് പറഞ്ഞ് അവർ ചർച്ച അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. തങ്ങളെക്കുറിച്ച് ആരും അറിയാതിരിക്കുന്നതിന് വേണ്ടി വളരെ കരുതലോടെ പാത്തും പതുങ്ങിയും തംലീക്ക പട്ടണത്തിൽ പ്രവേശിച്ചുവെങ്കിലും അത് പരാജയപ്പെട്ടു. കാരണം തങ്ങളെക്കുറിച്ച് പുറം ലോകമറിയാൻ സമയമായി കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് പഴയ വെള്ളിയാണ്. വെള്ളി കച്ചവടക്കാരൻ കണ്ടതോടെ ഭക്ഷണം വാങ്ങിയ തംലീക്ക പിടിക്കപ്പെട്ടു. അതോടെ ഗുഹാവാസികളുടെ രഹസ്യം പുറത്തായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളിൽ ഇതിനേക്കാൾ എത്രയോ വലിയ ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ഓരോ ദൃഷ്ടാന്തങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നൽകുന്നതാണ് എന്ന് ഇതിൽ നിന്നെല്ലാം വിശ്വാസികൾക്ക് തിരിച്ചറിയാൻ കഴിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അപ്രകാരമുള്ള തിരിച്ചറിവ് നൽകുന്നവരുടെ കൂട്ടത്തിൽ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.